അഴകാണ് ഇടം. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനടിയാ, തമിഴിന്റെ മണ അടിച്ച അപ്പ ഞാൻ തമിഴ് വെച്ചു. ആ മുരുകന്റെ അനിയൻ ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന് ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുള്ളത്. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എനി സിഗ്നൽ നീ ഇവിടെ വന്ന വിവരത്തിൽ ഞാൻ അനൗൺസ്മെന്റ് നടത്തണോ? എന്തേലും വേണം ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി. എന്നെ തല്ലുകൊള്ളിച്ച് അടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ, സുബ്രഹ്മണ്യം. അതെ. വണക്കോ. ഉങ്ങൾക്കാകത്താ ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ. ആണോ? ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം രൂപം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമണി എപ്പോൾ ഒരാളുണ്ടാവുന്നു പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴേ സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനെ സിറേറ്റ് ഇല്ല, മൂക്കിപ്പൊടിയും. മൂക്കിപ്പൊടിയും പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വലിക്കുക, മറ്റാൾ തുമ്മ. ഇല്ലാത്തതിൽ തപ്പിട്ട് ഒരു കാര്യമില്ലടോ. നമുക്ക് ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ. സൗകര്യങ്ങളൊക്കെ കുറവാ. അല്ല, അതിനുള്ള വാടകയുള്ളൂ 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ല ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങനെ ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശ കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ചാ കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല, കക്ഷിയല്ല പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്തഴിഞ്ഞ്? ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. എന്തേ?